എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ചെറിയ ഒരു തിരുത്തലോട് കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിപ്പിച്ച 2 അക്ഷരങ്ങളുടെ സ്ട്രോക്ക് ഓർഡറിൽ തെറ്റുണ്ട്. ഉ ആൻഡ് എ 2 അക്ഷരങ്ങളും ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് ആദ്യം ഉവിൻ്റെ കേസിലാണെങ്കിൽ താഴെയുള്ള വള്ളി പോലെയുള്ള ഭാഗം ആദ്യം എഴുതിയതിന് ശേഷം മുകളിൽ ഡാഷ് എഴുതണം. എയുടെ കേസിലാണെങ്കിൽ സെഡ് പോലുള്ള ഭാഗം ആദ്യം എഴുതിയതിന് ശേഷം മുകളിലുള്ള ഡാഷ് എഴുതണം എന്നാണ് പഠിപ്പിച്ചത്. പക്ഷേ ശരിയായ സ്ട്രോക്ക് ഓർഡർ ആദ്യം മുകളിലുള്ള ഡാഷ് എഴുതിയതിന് ശേഷം 2 കേസിലും താഴെയുള്ള വള്ളിയും സെഡ് പോലുള്ള അക്ഷരവും എഴുതുക എന്നുള്ളതാണ്. ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ജിതേഷ് കുമാർ പി ആൻഡ് അഖില. അവർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. തുടർന്നും സൂക്ഷ്മമായി വീക്ഷിക്കുക, തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക, എല്ലാവരെയും സഹായിക്കും. ശരിയായ രീതി ആദ്യം ഡാഷ്, താഴെ വള്ളി പോലെയുള്ള ഭാഗം, ഇതാണ് ഉ. ഇനി എയുടെ കേസിലാണെങ്കിൽ തെറ്റിപ്പഠിപ്പിച്ചത് ആദ്യം സെറ്റ് പോലുള്ള ഭാഗം എഴുതുന്നു, എ എഴുതുന്നു. ഇത് തെറ്റാണ്. ശരിയായ രീതി ആദ്യം ഡാഷ്, പിന്നീട് എ പോലുള്ള ഭാഗം എഴുതുന്നു. ഇതാണ് ശരി. ഇനി എന്തുകൊണ്ട് ആദ്യം ഡാഷ് എഴുതുന്നു എന്നതിന് ഒരു ശാസ്ത്രീയമായ വിശദീകരണമുണ്ട്. ജാപ്പനീസ് റൈറ്റിങ്ങിൽ ചില സന്ദർഭങ്ങളിൽ പേപ്പറിൻ്റെ വലതേ അറ്റത്ത് മുകൾ ഭാഗത്തു നിന്നും താഴോട്ട് എഴുതി വരുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാണെങ്കിൽ ഉ പോലുള്ള അക്ഷരങ്ങൾ, മുകളിൽ ഡാഷ് ഉള്ള അക്ഷരങ്ങൾ എഴുതുന്നതിന് തക്കവണ്ണം സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി ആണ് ആദ്യം ഡാഷ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉവേ എന്നാണ് എഴുതുന്നതെങ്കിൽ ഉ ആദ്യം എഴുതുന്നു. നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ, ഞാൻ പറഞ്ഞ സ്ട്രോക്ക് ഓർഡർ ആണെങ്കിൽ സെറ്റ് പോലുള്ള ഭാഗം ആദ്യം എഴുതും. അപ്പോൾ ഉവും എയും തമ്മിലുള്ള അകലം തീരെ കുറഞ്ഞു പോകും. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം മുകളിലുള്ള ഭാഗം എഴുതുന്നു. അപ്പോൾ 2 അക്ഷരങ്ങളും തമ്മിലുള്ള അകലം ആവശ്യത്തിന് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു രീതിയുടെ അഡ്വാൻറ്റേജ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത അക്ഷര ശൃംഖലയാണ്. ക, കി, കു, കെ, കോ. കഴിഞ്ഞ വട്ടം നമ്മൾ പഠിച്ചത് ആ, ഇ, ഉ, എ, ഓ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക, കി, കു, കെ, കോ. അപ്പോൾ ക എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ക എഴുതാൻ ആദ്യമായി ഈ ഒരു രീതിയിൽ ഒരു രൂപം വരയ്ക്കുന്നു. അതിനുശേഷം ഒരു വര, പിന്നെ ഒരു ഡാഷ്. ഇതാണ് ക. ഒന്നുകൂടി എഴുതാം. ആദ്യം റൈറ്റ് സൈഡിലുള്ള വള്ളി പോലുള്ള ഭാഗം, പിന്നീട് ഒരു വര, പിന്നീട് ഒരു ഡാഷ്. ഇതാണ് ക. ഇനി ക വെച്ചിട്ടുള്ള ഒരു വാക്കാണ് കവു. കവു, കവു. കവു എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, ബൈ. എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് കവു, കൈമാസ്. അത് പിന്നീട് പഠിക്കും ആ രൂപം. അടുത്ത വാക്ക് കീ. കീ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. കീ എഴുതാൻ ആദ്യം ഹൊറിസോണ്ടലി പാരലലായി 2 വരകൾ വരയ്ക്കുന്നു. അതിനുശേഷം അരിവാള് തിരിച്ചിട്ടതുപോലെ ഒരു വര വരയ്ക്കുന്നു. ഇതാണ് കീ. ഒന്നുകൂടി എഴുതാം. ആദ്യം ഹൊറിസോണ്ടലി 2 വരകൾ, അതിനുശേഷം അരിവാള് തിരിച്ചിട്ടതുപോലെ ഒരു രൂപം. ഇതാണ് കീ. കീ വെച്ചിട്ടുള്ള ഒരു വാക്ക് കിക്കു. കീ, കു, കിക്കു. കിക്കു എന്ന് പറഞ്ഞാൽ കേൾക്കുക, ഹിയർ എന്നുള്ളതാണ്. ക, കീ കഴിഞ്ഞാൽ അടുത്ത വാക്ക് കു. കു വളരെ സിമ്പിളാണ്. കു എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. കു ഒരു ആംഗിൾ ബ്രാക്കറ്റാണ്. ഇങ്ങനെയാണ് കു എഴുതുന്നത്. വളരെ സിമ്പിളാണ്. ഒരു ആംഗിൾ ബ്രാക്കറ്റ് എഴുതി കഴിഞ്ഞാൽ കുവായി.
കു വെച്ചുള്ള ഒരു വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു. കിക്കു, കിക്കു, ഹിയർ, കേൾക്കുക. അടുത്ത വാക്ക് കെ. കെ കെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. കെ എഴുതാൻ ആദ്യം വെർട്ടിക്കലി ഒരു വര വരയ്ക്കുന്നു, അതിനുശേഷം ഹൊറിസോണ്ടലി ഒരു ഡാഷ് ഇടുന്നു, അതിനുശേഷം വീണ്ടും വെർട്ടിക്കലി ഒരു വര വരയ്ക്കുന്നു. ഇങ്ങനെയാണ് കെ എഴുതുന്നത്. ഒന്നുകൂടി എഴുതാം. വെർട്ടിക്കലി ഒരു വര വരയ്ക്കുന്നു, ഹൊറിസോണ്ടലി ഒരു ഡാഷ് ഇടുന്നു, അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വീണ്ടും വെർട്ടിക്കലി ഒരു വര വരയ്ക്കുന്നു. ഇതാണ് കെ. കെ വെച്ചൊരു വാക്ക് കെഗ. കെ ഗ, കെഗ, ഇഞ്ചുറി, അപകടം. ഇനി അവസാനത്തെ വാക്കാണ് കോ. കോയും വളരെ സിമ്പിളാണ്. കോ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഹൊറിസോണ്ടലായി ഒരു വര മുകളിൽ വരയ്ക്കുന്നു, അതിനുശേഷം താഴെയും ഒരു വര വരയ്ക്കുന്നു. ഇതാണ് കോ. ഒന്നുകൂടി പറയാം. ഹൊറിസോണ്ടലായി മുകളിൽ ഒരു വര വരയ്ക്കുന്നു, അതിനുശേഷം താഴെ ഒരു വര വരയ്ക്കുന്നു. ഇതാണ് കോ. കോ വെച്ചൊരു വാക്ക് കോഗി. കോഗി, കോഗി, ലെക്ചർ. ലെക്ചർ കൊടുക്കുന്നതിനെയാണ് കോഗി എന്ന് പറയുന്നത്. കോഗി, കോഗി. ഹിരഗാന അക്ഷരമാലയിലെ രണ്ടാമത്തെ ശ്രേണി നമ്മൾ ഇന്ന് പഠിച്ചു. ക, കി, കു, കെ, കോ. ഇതിലെ ഓരോ അക്ഷരങ്ങളെയും റോമാജിയിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ക. ക ആണെങ്കിൽ റോമാജിയിൽ ക എഴുതുമ്പോൾ കെ എ എന്ന് എഴുതും. ക. അതുപോലെ തന്നെ അടുത്ത വാക്ക് കീ ആണ്. റോമാജിയിൽ കീ എഴുതുമ്പോൾ കെ ഐ എന്ന് എഴുതും. കീ. കു. റോമാജിയിൽ കു എഴുതുമ്പോൾ കെ യു എന്നെഴുതും. കെ. റോമാജിയിൽ കെ എഴുതുമ്പോൾ കെ ഇ എന്നെഴുതും. കോ. റോമാജിയിൽ കോ എഴുതാൻ കെ ഒ എന്നെഴുതും. കോ. സിമ്പിൾ അല്ലേ? എല്ലാം സിമ്പിളാണ്. കാ വെച്ചൊരു വാക്ക് കവു. ബൈ, വാങ്ങുക. ക റോമാജിയിൽ എഴുതുന്നത് കെ എ. നമ്മൾ പഠിച്ച അടുത്ത അക്ഷരം കീ. കീ വെച്ചൊരു വാക്ക് കിക്കു, കേൾക്കുക, ഹിയർ. കീ റോമാജിയിൽ എഴുതുന്നത് കെ ഐ. മൂന്നാമത്തെ അക്ഷരം കു. കു വെച്ചൊരു വാക്ക് കിക്കു, ഹിയർ, കേൾക്കുക. കു റോമാജിയിൽ എഴുതുന്നത് കെ യു. അടുത്ത അക്ഷരം ക, കി, കു, കെ. കെ വെച്ചൊരു വാക്ക് കെഗ, ഇഞ്ചുറി, അപകടം. കെ റോമാജിയിൽ എഴുതുന്നത് കെ ഇ. അവസാനത്തെ അക്ഷരം ക, കി, കു, കെ, കോ. കോ വെച്ചൊരു വാക്ക് കോഗി, ലെക്ചർ. കോ റോമാജിയിൽ എഴുതുന്നത് കെ ഒ. അപ്പോൾ 2 അക്ഷരങ്ങളുടെ സീരീസ് നമ്മളിപ്പോൾ പഠിച്ചു. ആ, ഇ, ഉ, എ, ഒ, ക, കി, കു, കെ, കോ. സ്വയം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ ശ്രമിക്കും അടുത്ത എപ്പിസോഡ് മുതൽ. അപ്പോൾ happy Japanese learning. Thanks for watching my video. Please subscribe to my channel. Please press the bell icon. Like the videos and share with your friends and family. With love from Japan.